ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ആദിത്യൻ ഓമനക്കുട്ടനും ശ്യാം പ്രസാദ് ഉത്തമനും ചേരുന്നുണ്ട്. ആദിത്യൻ, അത്യന്തം ദാരുണമായ കാഴ്ചകളാണ് ഈ സ്ഫോടനം നടന്ന ആ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരു മരണം, ഒരു ജീവഹാനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. എന്തൊക്കെയാണ് ആശുപത്രിയിൽ നിന്നും ഈ സംഭവ സ്ഥലത്ത് നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതീഷ്, വലിയൊരു ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ. ഈ 25 വീടുകളിൽ ഒതുങ്ങുന്ന ഒരു അപകടമല്ല ഇത്. ഈ ഗ്രാമത്തിന്റെ ആകെ ഞെട്ടലായി, വേദനയായി, തീരാ ദുഃഖമായി ഈ ഒരു ദുരന്തം മാറുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം, ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഈ ഗ്രാമവാസികളെല്ലാം കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ ഉത്സവം, കെട്ടുകാഴ്ച എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷങ്ങൾ മുന്നിലിരിക്കുമ്പോൾ ഒരുപാട് ബന്ധുവീടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേർ ഇവിടുത്തെ വീടുകളിൽ എത്തി നിൽക്കുമ്പോൾ അപ്പോഴാണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്. ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നു, വീടുകൾ നശിക്കുന്നു. എത്രത്തോളം വീടുകളാണ് ഇവിടെ ഈ ദുരന്തത്തിന്റെ ബാക്കിയായി നശിച്ച് നാമാവശേഷമായത്. കാരണം ഈ അപകടമുണ്ടായത് ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് വീടുകളുടെ നടുക്കായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പടക്കശാലയുടെ, ആ ഗോഡൌണിന്റെ ഭാഗങ്ങളെ, തകർന്ന അവശിഷ്ടങ്ങളെ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊച്ചി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറും സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ അവർ പ്രാഥമിക അന്വേഷണം നടത്തുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വാഹനം തന്നെ ഒരു ഉദാഹരണമാക്കി എടുക്കാം. എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ്, എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു ടെമ്പോ ട്രാവലറാണ് കത്തി നശിച്ച് ചാമ്പലായി കിടക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആ ട്രാവലറിന്റെ അവശിഷ്ടങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ മറ്റ് ഈ സമീപത്തുള്ള മരങ്ങളുടെയൊക്കെ മുകളിലേക്ക്, അത്രത്തോളം ഉയരത്തിൽ ഈ ഇത്രയധികം കാഠിന്യമുള്ള ഇരുമ്പ് കമ്പികൾ പോലും, വാഹനത്തിന്റെ കമ്പികൾ പോലും തെറിച്ചു പോയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഓരോ വീടുകളെടുത്താൽ, ഈ പടക്കശാലയ്ക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഒരു വീടാണ് നമ്മൾ കാണുന്നത്. 2 നില കെട്ടിടമുള്ള ഒരു വീടിന്റെ മേൽക്കൂര തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതും ഓരോ ജനൽ കമ്പികളും തകർന്ന് വീട്ടിനുള്ളിലേക്ക് തകർന്ന് വീണിരിക്കുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്നവർ വേളാങ്കണ്ണിയിൽ പോയതുകൊണ്ടാണ് വലിയ ആളപായം ഇല്ലാതെയായതെന്ന് വേണം പറയാൻ. ഭാഗ്യം തുള്ളിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ പടക്കശാലയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വീടായിരുന്നു അത്. അവിടുത്തെ മേൽക്കൂരകൾ പോലും തകർന്ന് ഹാളിലുള്ള വീടിന്റെ മുറികൾക്കുള്ളിലുള്ള ഫാനുകൾ പോലും വളഞ്ഞൊടിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഹൈബിയുടെ MP സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പരിശോധന നടത്തുകയാണ്. കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരൊക്കെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഹൈബിയുടെ MP വന്ന് കമ്മീഷണറോടും ഡെപ്യൂട്ടി കമ്മീഷണറോടുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പ്രജീഷ്, ഈ ദുരന്തത്തിന്റെ ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. മാത്രമല്ല, ഈ ദുരന്തത്തിന് കാരണമായ വീഴ്ചകൾ, അതും ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇത്രയധികം തോതിൽ ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് എന്നാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച. ഫയർഫോഴ്സിന് യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്ന തരത്തിൽ അറിയിപ്പുകൾ നൽകിയിട്ടില്ല. എന്നിട്ട് പോലും ഇന്നത്തെ ദിവസം പോലും ഗോഡൌണിൽ വൻതോതിലുള്ള, കൂടിയ അളവിലുള്ള വലിയ സ്ഫോടക വസ്തുക്കൾ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനി കൂടുതലായി ഉണ്ടാകാതെ പോയത്. ഈ 1/2 കിലോമീറ്റർ ദൂരമൊക്കെ ഈ വസ്തുക്കൾ, സ്ഫോടനത്തിന്റെ വസ്തുക്കൾ, ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചെന്ന് പതിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1 കിലോമീറ്റർ ദൂരം ഇതിന്റെ പ്രകമ്പനമുണ്ടാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ നിരവധി ഉള്ള ഒരു മേഖല കൂടിയാണ്. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഈ വ്യാപ്തി വളരെ വലുതല്ലേ ഓമനക്കുട്ടൻ? ആദിത്യൻ, തീർച്ചയായും പ്രജീഷ്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഫയർഫോഴ്സ് എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത് എന്നതാണ്. ഇതിന് ഈ വ്യാപ്തിയുടെ, ഈ അപകടത്തിന്റെ വ്യാപ്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ തെളിവ്, ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരെയുള്ള ഫയർ സ്റ്റേഷനിൽ ഇതിന്റെ പ്രകമ്പനമെത്തി. ഫയർ സ്റ്റേഷന്റെ ജനൽപാളി തകർന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. അതായത് അവർ അറിഞ്ഞത് ഇതൊരു ഫോൺ കോളിലൂടെയല്ല. കാരണം 1 കിലോമീറ്റർ ദൂരെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും ഇതിന്റെ പ്രകമ്പനം കൊണ്ട് അറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. ഒരു ഫോൺ കോളിന് കാത്തു നിൽക്കാതെ. അത്തരത്തിൽ
ഈ നാടിനെ ആകെ നടുക്കിയ ഒരു ദുരന്തമായി മാറുകയാണ്. ഒരു ഉത്സവാന്തരീക്ഷത്തിൽ വലിയ ആഘോഷത്തിന്റെ നിഴലിലുള്ള ഒരു നാട് അത് ഒരുപാട് ദുഃഖത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോഡൌണിലേക്ക് ഈ പടക്ക സാധനങ്ങൾ നിറച്ചു കൊണ്ടുവന്ന ഒരു വാഹനമാണ്. അതിനപ്പുറത്ത് ഒരു കാറും നമുക്ക് കാണാം. ഈ രണ്ട് വാഹനങ്ങളും കത്തിക്കരിഞ്ഞു. ഈ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ സമീപത്തെ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് പറന്ന് പതിക്കുന്ന രീതിയിൽ നാശനഷ്ടമുണ്ടായി. ഈ സമീപത്തുള്ള വീടുകളുടെ എല്ലാം ജനൽപാളികളും വാതിലുകളും ഒക്കെ തകർന്നു. ഒരു അടച്ചുപൂട്ടിയിരിക്കുന്ന വാതിലിന്റെ വാതിലുകൾ പൊട്ടിത്തെറിച്ച് അത് നാലുമാറും കഷണങ്ങളായി മാറുന്ന രീതിയിലേക്ക് വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഉത്സവ സീസൺ ആയതുകൊണ്ട് ഉത്സവം പ്രതീക്ഷിച്ച് ഒരുപാട് പേരൊക്കെ ഈ നാട്ടിലേക്ക് എത്തുകയും ബന്ധു വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടേക്ക് എത്തുകയും ഉണ്ടായിരുന്നു. ഈ വീടുകളുടെ ജനൽ കമ്പികളും ഈ ഗേറ്റുകളും ഒക്കെ കാഠിന്യമുള്ള ഇരുമ്പോണ്ട് നിർമ്മിച്ച ഗേറ്റുകൾ പോലും തകരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇപ്പോൾ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും ഇവിടെ പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന് ഈ അനുമതിയില്ലാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ, ഈ പടക്കത്തിന് വേണ്ടിയുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചത് എന്നുള്ളതാണ് വെടിമരുന്ന് സാമഗ്രികൾ. അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് നേരത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതും വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരെ നേരത്തെ പ്രകോപിതരായ ജനക്കൂട്ടം കെട്ടിയിടുന്ന സാഹചര്യമുണ്ടായി.